ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സെലർ ലേണിംഗ്. മക്കളെ, എല്ലാവരും സോഷ്യൽ എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയായിരിക്കും അല്ലേ? അപ്പൊ ഇന്ന് മിസ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് യുവർ സ്കൂൾ ദാറ്റ് യു ഹാവ് പ്രിപ്പയർഡ്. മക്കളെ, സ്കൂളിലെ ചരിത്രത്തിനെ കുറിച്ചിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. സ്കൂൾ ഹിസ്റ്ററി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ചോദ്യങ്ങൾ എന്താ വന്നത്? വാട്ട് ആർ ദ സോഴ്സസ് ദാറ്റ് യു ഹാവ് ടു ഡിപ്പെൻഡ് വൈൽ റൈറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് യുവർ സ്കൂൾ. മക്കളെ, സ്കൂളിന്റെ ചരിത്രത്തെ കുറിച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എൻ്റെ മക്കൾ ഡിപ്പെൻഡ് ചെയ്യുക? എവിടെ നിന്നൊക്കെ ആയിരിക്കും മക്കൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടുക? ഇതാ മിസ് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്കൂൾ ഡയറിയിലെ. അപ്പൊ ഇതിനെ നേരെ മിസ് എന്ത് ചെയ്ത് തരാം? മലയാളത്തിൽ എഴുതി തരാം കേട്ടോ. എന്താണ് സ്കൂൾ ഡയറി? സ്കൂൾ ഡയറി നമ്മൾ നോക്കൂ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും? വാർഷിക സുവനീർ. വാർഷിക സുവനീർ നമ്മൾ നോക്കൂ അല്ലേ? വാർഷിക സുവനീർ എന്താണ്? പ്രധാനപ്പെട്ടതാണ്. അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് പ്രീവിയസ് ഇയേഴ്സ്. മക്കളെ, എന്താ പറയുന്നത്? പഴയ ഹാജർ പുസ്തകങ്ങളെ, പണ്ടുള്ള ഹാജർ പുസ്തകങ്ങളാണ് അവിടെ പറയുന്നത് അല്ലേ? പഴയ ഹാജർ പുസ്തകങ്ങൾ. ഹാജർ പുസ്തകം. ഹാജർ പുസ്തകമാണ് അവിടെ പറയുന്നത്. പുസ്തകങ്ങൾ, ഗങ്ങൾ എന്ന് ഇവിടെ ഇരുന്നുണ്ട് മിസ്. പുസ്തകങ്ങൾ. അടുത്തതോ അഡ്മിഷൻ രജിസ്റ്റർ അല്ലേ? അഡ്മിഷൻ രജിസ്റ്റർ തന്നെയാ മലയാളത്തിലും പറയാം. അതേപോലെ തന്നെ എന്താണ്? കളക്ട് ഇൻഫർമേഷൻ ഓറലി ഫ്രം ദ എൽഡേഴ്സ് ലിവിങ് നിയർ ദ സ്കൂൾ. മക്കളെ, സ്കൂളിലെ അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ? മൂത്ത ആളുകൾ, എൽഡേർലി ആയിട്ടുള്ള മുതിർന്നവരുണ്ടായില്ലേ? അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വിവരങ്ങൾ കളക്ട് ചെയ്യും. അതേപോലെ തന്നെ എന്താ? അലൂമിനി, അതായത് പൂർവ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കില്ലേ? പൂർവ വിദ്യാർത്ഥികൾ. ഇവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആ ഒരു ചോദ്യത്തിലെ ഫസ്റ്റ് വൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത് ചോദിക്കുന്നത് ലിസ്റ്റ് ദം ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോവിങ് ടേബിൾ. ഓറൽ സോഴ്സസ്. സ്കൂളിനെ കുറിച്ച് ചരിത്രം നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ഓറൽ സോഴ്സസ് ഏതൊക്കെയാണെന്നും റിട്ടൺ സോഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓറൽ സോഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കാം. ഓറൽ സോഴ്സ് ഇതാ മിസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാട്ടോ. ഇതാ ഓറൽ സോഴ്സ് ആണ്. ഇതാ ഇത് കാണുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ. ഇതാണ് നമ്മള് മുതിർന്ന ആളുകളിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്. എൽഡർ ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്ന് നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത് ഓറൽ സോഴ്സ് ആണ് അല്ലേ? വാമൊഴിയിലൂടെ നമ്മൾ പറയുന്നതാണ്. ദെൻ അടുത്തത് എന്തൊക്കെയാ മക്കളെ പറയുന്നത്? റിട്ടൺ സോഴ്സിൽ നമ്മൾ പറയുന്നത് എന്താണ്? റിട്ടൺ സോഴ്സിൽ നമ്മൾ അടുത്തത് എന്താ പറയുന്നത്? അത് മിസ് ഒന്ന് ഹൈലൈറ്റിൽ ഇവിടെ കൊടുക്കാം. റിട്ടൺ സോഴ്സസ് എന്താണ്? നെയിം ബോർഡ് ഓഫ് ദ സ്കൂൾ, അതായത് സ്കൂളിന്റെ നെയിം ബോർഡ്, വിദ്യാലയത്തിന്റെ പേരെഴുതിയ ബോർഡ് ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? വിദ്യാലയത്തിന്റെ പേരെഴുതിയ ബോർഡ് അല്ലേ? വിദ്യാലയത്തിന്റെ പേരെഴുതിയ ബോർഡ്. വിദ്യാലയത്തിന്റെ പേരെഴുതിയ ബോർഡിൽ നിന്ന് എന്ത് ചെയ്യും? നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. അടുത്തത് എന്തൊക്കെയാ മക്കളെ പറയുന്നത്? പേരെഴുതിയ നമുക്കൊരു യെസ്, വിദ്യാലയത്തിന്റെ പേരെഴുതിയ ബോർഡ്. അടുത്തത് സ്കൂൾ ഡയറി. സ്കൂൾ ഡയറിക്ക് നമ്മൾ സ്കൂൾ ഡയറി തന്നെയാ പറയാം. അതിൽ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. വാർഷിക സുവനീർ, ആനുവൽ സുവനീർ നമുക്ക് കിട്ടും. അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ദ പ്രീവിയസ് ഇയർ, മുൻ വർഷങ്ങളിലെ ഹാജർ നമുക്ക് എന്ത് ലഭിക്കും? നമുക്ക് ഇൻഫോർമേഷൻ ലഭിക്കും. അഡ്മിഷൻ രജിസ്റ്റർ നിന്നും നമുക്ക് എന്ത് ചെയ്യും? ഇൻഫോർമേഷൻ ലഭിക്കും. അതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് പ്രവർത്തനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല, ഒരു ചോദ്യം കൂടി ഉണ്ടടാ. What exhibit can be kept in a historical museum? ഡിസ്ക്രൈബ് വിത്ത് എക്സാമ്പിൾ. മക്കളെ, ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ മ്യൂസിയത്തിൽ? നമുക്ക് അവിടെ എന്തൊക്കെ പറയാം? ബുക്സ് ഉണ്ടാവും, പാം ലീവ്സ് ഉണ്ടാവും, സ്റ്റോണിന്റെ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും, ടൂൾസുകൾ ഉണ്ടായിരിക്കും, കോയിൻസുകൾ ഉണ്ടായിരിക്കും, പുരാതനമായിട്ടുള്ള കോയിൻസ് ഉണ്ടായിരിക്കും അല്ലെ? താളിയോലകള്, ഗ്രന്ഥങ്ങള്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്താ പഴയ നാണയങ്ങൾ, ശിലാലിഖിതങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? നമ്മുടെ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും അല്ലേ? മ്യൂസിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ റിമൈൻസ് ഒക്കെ പണ്ടുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്? നമ്മുടെ മ്യൂസിയത്തിലാണ്. അപ്പൊ ഫസ്റ്റത്തെ ചോദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ടിവിറ്റി 2 ആണ്. ദ ഡെമോക്രാറ്റിക് ഫാക്ടേഴ്സ് ആൻഡ്
its favorable condition are given in the following table. Arrange them suitably. മക്കളെ ഇത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനാണ്. നമുക്കതൊന്ന് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയാണ് നമ്മൾ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് അല്ലേ. നിയമവാഴ്ച എന്താണ്? നിയമവാഴ്ച. അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം അല്ലേ. അപ്പൊ അതാ നോക്കിക്കേ, നിയമവാഴ്ച. അടുത്തത് എന്താണ്? അവകാശങ്ങൾ. അടുത്തതോ മാധ്യമം. അപ്പൊ ഇവിടെ നോക്കിക്കേ, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കുക. നോക്കേ മക്കളെ, റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. നിയമത്തിന്റെ മുമ്പിൽ എന്താണ്? എല്ലാവരും തുല്യരാണ്. അപ്പൊ നമുക്ക് എന്തു പറയാം? നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന്റെ മുൻപിൽ, മിസ് ഇവിടെ ഷോർട്ട് ആയിട്ട് ചെയ്തട്ടോ, നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ്. അല്ലേ. അപ്പൊ അതെന്താണ്? റൂൾ ഓഫ് ലോ ആണ്. അടുത്തത് അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവകാശങ്ങളാണ് നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കണ്ടീഷൻസ് ഗ്രാൻഡഡ് ടു ദ സിറ്റിസൺ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ കൺട്രി. അതായത് ഒരു പൗരന്റെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടിയിട്ട് രാജ്യം ഒരുക്കുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഈ പാഠഭാഗത്തിൽ അവകാശത്തെ കുറിച്ച് പഠിച്ച ആ ഭാഗം ഒന്ന് പഠിച്ചു വെക്കുക, ആ ഭാഗം ഒന്ന് വായിക്കുക. അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നോക്കിക്കേ, കണ്ടീഷൻ ഗ്രാൻഡഡ് ടു ദ സിറ്റിസൺ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ കൺട്രി അല്ലേ. നമ്മുടെ രാജ്യത്തിന്റെയും ഒരു വ്യക്തിയുടെയും പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുക്കി തരുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? കണ്ടീഷനെയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് മീഡിയ ആണ്. മീഡിയ എന്താണ്? യെസ്, എന്താണ്? ടു ഒബേ. ഇതാ നോക്കിക്കേ, ടു ഒബേ അല്ല, നോട്ട്. ഇത് എവിടെയും ഇല്ല കേട്ടോ, ഇത് എവിടെയും ഇല്ല. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? ഒരു തെറ്റ് ഇവിടെ കൊടുക്കാം. ഇത് എവിടെയും ഇല്ല. അപ്പൊ എന്താണ്? ടു ഷെയർ ഒപ്പീനിയൻ ഓഫ് ദ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഡിമാൻഡ്സ് ഗവൺമെന്റിനെ അറിയിക്കുന്നതും എല്ലാം എന്താണ്? നമ്മുടെ മീഡിയയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ആക്ടിവിറ്റി പ്രവർത്തനത്തിലെ എ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മേഡം, റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ റോൾ ഓഫ് ഒപ്പോസിഷൻ ഇൻ ഡെമോക്രസി. ഒപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രതിപക്ഷത്തിനെയാണ് പറയുന്നത്. പ്രതിപക്ഷത്തെ കുറിച്ച്, ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ റോൾ എന്താണ്, പ്രാധാന്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യം അത് മിസ് അവിടെ ഇങ്ങനെ എഴുതി തരാം. പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. മക്കളെ, പ്രതിപക്ഷം എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു അല്ലെ. തിരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷം മാത്രമല്ല ഉണ്ടാകുന്നത്, ഒരു ഒപ്പോസിഷൻ പാർട്ടി, ഒരു പ്രതിപക്ഷം കൂടി അവിടെ ഉണ്ടാകുന്നു. ഭരണപക്ഷം ചെയ്യുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ആരായിരിക്കും? നമ്മുടെ പ്രതിപക്ഷമായിരിക്കും. അപ്പം ഒരു ജനാധിപത്യ രാജ്യത്ത് എന്ത് വേണം? ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷവും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇത് നമുക്ക് ടിക്ക് ഇടാം. അടുത്ത മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ അവസാനത്തെ പ്രവർത്തനമാണ്. ശ്രദ്ധിച്ച് എൻ്റെ മക്കളെ കേൾക്കുക. ഡിഫറെന്റ് കളർ സിമ്പിൾ ആൻഡ് മെഷർമെന്റ്സ് ആർ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് മാപ്പ്. ഒരു മാപ്പ്, ഭൂപടം തയ്യാറാക്കുമ്പോൾ പല നിറത്തിലുള്ള കളറുകളൊക്കെ അവിടെ ഉപയോഗിക്കുന്നില്ലേ? വാട്ട് ഡസ് ദ ബ്ലൂ കളർ ഡെനോട്ട്സ്? മക്കളെ, ബ്ലൂ കളർ എന്താണ് അർത്ഥമാക്കുന്നത്? പറഞ്ഞേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഒന്ന് പറഞ്ഞേ, എന്ത് കളറാ? സമുദ്രത്തെയാണല്ലേ, സമുദ്രമാണല്ലേ. എന്താണ്? നമ്മുടെ ഓഷ്യനാണ് അല്ലേ അവിടെ പറയുന്നത്. ഓഷ്യനാണ് അവിടെ അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, എല്ലാ വൻകരകളെ കുറിച്ചിട്ടും എഴുതാനാണ്. അപ്പൊ നമുക്ക് എല്ലാ വൻകരകളെ കുറിച്ചൊന്ന് പറയാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു മാർഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏഷ്യ, അന്റാർട്ടിക്ക, അതേപോലെ തന്നെ ഓസ്ട്രേലിയ. നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് പഠിക്കാം. എന്ന് വെച്ചല്ലേ, ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. അപ്പൊ എ വന്നില്ലേ. അപ്പൊ ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. 4 നമ്മൾ എന്ത് ചെയ്തു? 4 നമ്മൾ പഠിച്ചു. അടുത്തത് എന്താണ്?
നമ്മുടെ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും, നോർത്ത് അമേരിക്കയും അതേപോലെ സൗത്ത് അമേരിക്കയാണ് പറയുന്നത്. അപ്പം NS നമ്മൾ അവിടെ നോക്കി, NS നമ്മൾ നോക്കി. അടുത്തത് യൂറോപ്പ്. യൂറോപ്പ് നമുക്ക് എന്താണ്, ഈ യു എന്നാണ് സ്പെല്ലിങ് തുടങ്ങുന്നെങ്കിൽ നമുക്ക് എന്താ യു വെച്ചിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പൊ NSU. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, 4A NSU. 4A എന്തൊക്കെയാണ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അതേപോലെ തന്നെ എന്താണ് ആർട്ടിക്ക. അപ്പൊ നമുക്ക് പറയാം ഏഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, അന്റാർട്ടിക്ക. അപ്പൊ 4A കഴിഞ്ഞു. ഇനി എന്താണ് NSU, എന്താണ് N for നോർത്ത് അമേരിക്ക, S for സൗത്ത് അമേരിക്ക, U for യൂറോപ്പ്. അതിന് യൂറോപ്പ് അതാണ് പ്രൊനൗൺസിയേഷൻ ആണ് പറഞ്ഞ, സ്പെല്ലിംഗ് EU ആണ് വരുന്നത്. പക്ഷെ നമ്മൾ യൂറോപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മക്കൾക്ക് മനസ്സിലാൻ വേണ്ടി യൂറോപ്പ് അങ്ങനെ മിസ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്, ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ. ഇത് പഠിച്ചു വെക്കുക. അപ്പൊ ആ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് ആക്കി. അപ്പോ ആക്ടിവിറ്റി പ്രവർത്തനത്തിലെ Aയും Bയും നമ്മൾ നോക്കി. ഇനി C. മക്കളെ, ഏതെങ്കിലും 2 കോണ്ടിനെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറയുന്നത്. 2 കോണ്ടിനെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? 2 കോണ്ടിനെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഏഷ്യനെ കുറിച്ച് പറയാം. ഏഷ്യനെ കുറിച്ച് പറയുമ്പോൾ എന്താ, വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ് ആണ് ഏഷ്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഷ്യന്റെ നോർത്ത് ഭാഗത്തായിട്ടാണ് ഇതിന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഏഷ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആഫ്രിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ്. രണ്ടാമത്തെ വലുപ്പത്തിൽ 2ാം സ്ഥാനക്കാരനാണ്. അതേപോലെ തന്നെ എന്താണ്, ജനവാസത്തിലും എന്താണ് 2ാം സ്ഥാനക്കാരനാണ് അല്ലെ. ജനവാസത്തിലും എന്താണ് 2ാം സ്ഥാനക്കാരനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആഫ്രിക്കനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ഇനി നോർത്ത് അമേരിക്ക, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ 2 ആളുകളെ കുറിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരെയാണോ അവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പറയാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്, 2 ആളുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ 2 ആളുകൾ അല്ല, ഇവിടെ 3 ആളുകൾ പറഞ്ഞിട്ടുണ്ട്, 2 അല്ല 3 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയാണോ ചോദിക്കുന്നത് അത്ര നമുക്ക് പറയാം. ഇവിടെ മിസ് എത്ര ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏഷ്യനെ കുറിച്ച് നോക്കി. അതിനുശേഷം നമ്മൾ എന്ത് നോക്കി, നമ്മുടെ ആഫ്രിക്കനെ കുറിച്ച് പഠിച്ചു. ആഫ്രിക്കനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ പഠിച്ചത്, യെസ്. ഓക്കെ, ആഫ്രിക്കനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ ആരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ നോർത്ത് അമേരിക്ക. ഒന്ന് മക്കൾ നോക്കുക, നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്ക പറയുന്ന സമയത്ത് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വലിപ്പത്തിൽ 3ാം സ്ഥാനക്കാരനാണ്. അതേപോലെ തന്നെ അലസ്ക പർവ്വതനിരയിലെ മാഗ്നയിലാണ് ഏറ്റവും ഉയരം കൂടിയ ഇവിടുത്തെ കൊടുമുടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തു ചെയ്തു, ഈ ഒരു പ്രവർത്തനത്തിലെ 3 എണ്ണവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. അയ്യോ നമ്മോട് നീങ്ങിപ്പോയി. ഓക്കെ, ഈ ഒരു പ്രവർത്തനത്തിലെ എത്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, യെസ് 3 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടിപൊളിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്ത് സെറ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്താൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വരുള്ളൂ. അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ ഇന്നത്തെ സെക്ഷൻ മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കോണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.